കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഗ്രാമർ കോഴ്സാണിത്. സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ലെസൺ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. ഒരു ഇംഗ്ലീഷ് വെർബിന് ആകെ 4 രൂപങ്ങളേ ഉള്ളൂ. റൈറ്റ് എന്ന വെർബിന്റെ കാര്യം നോക്കൂ. അതിന്റെ ഫസ്റ്റ് ഫോം റൈറ്റ്, ഇതിന് നമ്മൾ പ്രസന്റ് സിമ്പിൾ എന്നാണ് പറയുന്നത്. V1 എന്നും പറയും. സെക്കൻഡ് ഫോം റോട്ട്, അത് പാസ്റ്റ് സിമ്പിൾ ആണ്. V2 എന്ന് പറയും. തേർഡ് ഫോം റിട്ടൺ, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. V3 എന്ന് പറയും. ഇനി ഒരു ING ഫോം കൂടെയുണ്ട്, അതിന് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. എല്ലാ ഇംഗ്ലീഷ് വേർബ്സിനും ഇങ്ങനെ 4 രൂപങ്ങളുണ്ട്. പക്ഷെ ഈ 4 രൂപങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു തരം വേർബ്സ് കൂടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. അതിനാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഓക്സിലറി വേർബ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഹെൽപ്പിംഗ് വേർബ്സ് ആണ് അവർ. മറ്റു വേർബ്സിനെ ഡിഫറെന്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കാൻ സഹായിക്കുക, അതാണ് അവരുടെ ജോലി. ഇംഗ്ലീഷിൽ 2 തരത്തിലുള്ള ഓക്സിലറി വേർബ്സ് ആണുള്ളത്. പ്രൈമറി ഓക്സിലറി വേർബ്സ്, മോഡൽ ഓക്സിലറി വേർബ്സ്. പ്രൈമറി ഓക്സിലറി വേർബ്സ് നമ്മൾ ഓക്സിലറി ആയും ഉപയോഗിക്കും, മെയിൻ വേർബ്സ് ആയും ഉപയോഗിക്കും. അതായത് ഒരു പ്രൈമറി ഓക്സിലറി വെർബിന് ആ സെന്റൻസിലെ ഒരേ ഒരു വെർബ് ആവാൻ സാധിക്കും. മറ്റു വേർബ്സിന്റെ കൂടെ ഡിഫറെന്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രൈമറി ഓക്സിലറി വേർബ്സിനെ ഉപയോഗിക്കാൻ സാധിക്കും. മോഡൽ ഓക്സിലറി വേർബ്സ് അങ്ങനെയല്ല. മോഡൽ ഓക്സിലറി വേർബ്സിന് ഒരിക്കലും ഒരു സെന്റൻസിൽ മെയിൻ വെർബ് ആവാൻ സാധിക്കില്ല. ഈ വേർബ്സ് നമ്മൾ എല്ലായ്പ്പോഴും മറ്റു വേർബ്സിന്റെ മുന്നിലായിട്ടാണ് യൂസ് ചെയ്യുക. അതായത് തനിച്ച് നിൽക്കാൻ ഇവർക്ക് കഴിയില്ല, മെയിൻ വെർബ് ആവാൻ സാധിക്കില്ല, മറ്റു വേർബ്സിനെ സഹായിക്കുക, അതാണ് മോഡൽ ഓക്സിലറി വേർബ്സിന്റെ പർപ്പസ്. പ്രൈമറി ഓക്സിലറീസ് ഏതെല്ലാമാണോ നോക്കാം. 3 തരത്തിലാണുള്ളത്. ബി, ഡു, ഹാവ്. 5 വേർബ്സിന്റെ ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ, ഒരു ഫാമിലിക്കാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഈസ്, ആം, ആർ. ഇത് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. വാസ്, വേർ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും. ബി എന്ന് പറഞ്ഞാൽ ആവുക എന്നാണ് അർത്ഥം. ഈസ്, ആം, ആർ ഈ 3ന്റെയും അർത്ഥം ആണ് എന്നാണ്. വാസ്, വേർ ഈ 2ന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. ഇത് 5ഉം ബിയുടെ ഡിഫറെന്റ് ഫോംസ് ആണ്. ബിയുടെ ING ഫോം, അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ. അതുപോലെ തന്നെ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ. ഇനി ഡു. ഈ ഫാമിലിയിലും 3 വേർബ്സ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഡൂവും ഡസും നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യും, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും. ഹാവ്. ഈ ഫാമിലിയിലും 3 വേർബ്സ് ഉണ്ട്. ഹാസും ഹാവും നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യും, ഹാഡ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും. ഇത്രയുമാണ് പ്രൈമറി ഓക്സിലറി വേർബ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി ഓക്സിലറി വേർബ്സ് നമുക്ക് മെയിൻ വെർബായി യൂസ് ചെയ്യാം. അതായത് ഈ വേർബ്സ് മാത്രം ഉപയോഗിച്ച് നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാം. ഈ വേർബ്സിന് ശേഷം മറ്റു വേർബ്സ് ഉപയോഗിച്ചും നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാം. ഈ വേർബ്സിന് ശേഷം മറ്റൊരു വെർബ് വരുന്ന സമയത്ത് ഇവ ഓക്സിലറീസ് ആണ്. ഈ വേർബ്സ് തനിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർ മെയിൻ വേർബ്സ് ആണ്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്. ഐ എം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചറാണ്. യു ആർ എ നൈസ് ബോയ്, നീ ഒരു നല്ല കുട്ടിയാണ്. ഇവിടെ നമ്മൾ ഈസ്, ആം, ആർ ഈ 3 വെർബും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആണ് എന്ന അർത്ഥത്തിലാണ്. ഈ സെന്റൻസസിൽ ഈ 3 വേർബ്സും മെയിൻ വേർബ്സ് ആണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ സെന്റൻസസിൽ ഒന്നും തന്നെ മറ്റൊരു വെർബും ഇല്ല. ഷീ ഈസ് എ ഡോക്ടർ എന്ന സെന്റൻസിലെ ഒരേ ഒരു വെർബ് ഈസ് ആണ്. ഐ എം എ ടീച്ചർ, അതിലെ ഒരേ ഒരു വെർബ് ആം ആണ്. ഇങ്ങനെ ഈ വേർഡ്സ് ഒരു സെന്റൻസിലെ ഒരേ ഒരു വെർബായി വരുന്ന സമയത്ത് അവർ ഓക്സിലറി വേർബ്സ് അല്ല, മെയിൻ വേർബ്സ് ആണ്. ഇത് പ്രൈമറി ഓക്സിലറീസിന്റെ ഒരു പ്രത്യേകതയാണ്. മോഡൽ വേർബ്സ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈസ്, ആം, ആർ ഇത് മെയിൻ വേർബ്സായി ഉപയോഗിക്കുന്ന സെന്റൻസസ് എല്ലാം തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഈ വേർബ്സ് കാണുമ്പോൾ പലർക്കും ഇത് പ്രസന്റ് കണ്ടിന്യൂസിൽ അല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല. ഈ വേർബ്സിന് ശേഷം ING ഫോം വരുമ്പോൾ മാത്രമാണ് ആ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസിലാവുന്നത്. ഇവർ തനിച്ച് നിൽക്കുമ്പോൾ ഈ സെന്റൻസസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൂടി ഓർത്തു വെക്കണം. പ്രൈമറി ഓക്സിലറീസിന് ഓക്സിലറി വെർബ് എന്നൊരു യൂസ് കൂടിയുണ്ട്. മെയിൻ വെർബായി മാത്രമല്ല ഓക്സിലറീസ് ആയും നമ്മൾ അവരെ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം മറ്റൊരു വെർബ് വരും. ബിക്ക് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുക ING ഫോം ആണ്. പാസീവ് വോയിസിൽ നമ്മൾ V3 അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉപയോഗിക്കും. പാസീവ് വോയിസിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഷീ ഈസ് റൈറ്റിംഗ്, അവൾ എഴുതുകയാണ്. ഇവിടെ ഈസ് മെയിൻ വെർബ് അല്ല, ഇവിടുത്തെ മെയിൻ വെർബ് റൈറ്റിംഗ് ആണ്. റൈറ്റ് എന്ന വെർബിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഉണ്ടാക്കാൻ സഹായിക്കുക, അതാണ് ഇവിടെ ഈസ് എന്ന വെർബിന്റെ പർപ്പസ്. ഈ സെന്റൻസിൽ നമ്മൾ ഈസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ആയ ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആയതുകൊണ്ടാണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ആർ ആണ്. അതുപോലെ തന്നെ ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആം ആണ്. ഷീ ഈസ് റൈറ്റിംഗ് എന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഈസ്, ആം, ആർ
ഇതിനുശേഷം ING ഫോം വരുമ്പോൾ ആ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. വാസിനും വേറിനും ശേഷം ING ഫോം വരുമ്പോൾ ആ സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. പക്ഷെ ഒരു സെന്റൻസിൽ വാസും വേറും മാത്രമാണ് ആകെയുള്ള വെർബെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല. അത് ഓർക്കണം. ഒരു സെന്റൻസിനകത്ത് ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് ഓക്സിലറി തന്നെ ആവണമെന്നില്ല. മെയിൻ വെർബായും ഉപയോഗിക്കുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ് ഇതുപോലത്തെ വേർബ്സ് ഒരു സെന്റൻസിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ആക്കാൻ ഈ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മതി. ഷീസ് റൈറ്റിംഗ്, അത് അഫർമേറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ നെഗറ്റീവ് എന്താ? ഷീസ് നോട്ട് റൈറ്റിംഗ്. ഈസിന് ശേഷം നോട്ട് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ സാധിച്ചു. ഈസിനെ എടുത്ത് സബ്ജക്റ്റായി ഷീയുടെ മുന്നിൽ വെക്കുമ്പോഴോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ സാധിച്ചു. ഈസ് ഷീ റൈറ്റിംഗ്. ഓക്സിലറീസ് ഒരു സെന്റൻസിൽ വരുമ്പോൾ അതിനിപ്പോൾ പ്രൈമറി ഓക്സിലറി ആയാലും ശരി, മോഡൽ ഓക്സിലറി ആയാലും ശരി, നമുക്ക് ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ എളുപ്പമാണ്. നെഗറ്റീവ് ഉണ്ടാക്കാൻ ആ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ ഉപയോഗിക്കുക. ഐ എം റീഡിംഗ്, ഞാൻ വായിക്കുകയാണ്. ഇവിടെയും ആമിനർത്ഥം ആണ് എന്ന് തന്നെയാണ്. അതിനുശേഷം റീഡിംഗ് എന്നൊരു ING ഫോം കൂടി വരുമ്പോൾ വായിക്കുകയാണ് എന്നർത്ഥം വരും. ഐ എം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാനൊരു ടീച്ചറാണ് എന്നർത്ഥമാണ്. ഇവിടെ ഐ എം റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുകയാണ് എന്നർത്ഥം. ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ആമിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മതി. ഐ എം നോട്ട് റീഡിംഗ്. ഇനി ഞാൻ വായിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ ആമിനെ എടുത്ത് ഐക്ക് മുന്നിൽ ഉപയോഗിക്കണം. ആം ഐ റീഡിംഗ്, ഞാൻ വായിക്കുകയാണോ? ദേ വേർ വർക്കിംഗ്, അവരെ ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്യുകയായിരുന്നില്ല എന്ന് പറയാൻ ദേ വേർ നോട്ട് വർക്കിംഗ്. ആയിരുന്നോ എന്ന് ചോദിക്കാൻ വേർ ദേ വർക്കിംഗ്. ഓക്സിലറീസ് ഉള്ള സെന്റൻസസിൽ നമുക്ക് ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എല്ലാ സെന്റൻസസിലും ഓക്സിലറീസ് കാണില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഉള്ള ഒരു അഫർമേറ്റീവ് സെന്റൻസിൽ ഓക്സിലറീസ് ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഓക്സിലറി വെർബിനെ അവിടെ സപ്ലൈ ചെയ്യേണ്ടി വരും. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് റെയിനിങ്, മഴ പെയ്യുന്നില്ലായിരുന്നു. വാസ് ഇറ്റ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടായിരുന്നോ? ഇനി ഹാവ്. ഹാവിന്റെ ഫാമിലിയിലും 3 വെർബ്സ് ഉണ്ട്. ഹാവ്, ഹാസ്, ഹാഡ്. ഹാവും ഹാസും പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ബിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹാവും ഹാസും നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാൻ സാധിക്കും, ഓക്സിലറി വെർബായും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്സിലറി വെർബായി നമ്മൾ ഹാസും ഹാവും ഹാഡും ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഷീ ഹാസ് അറൈവ്ഡ്, അവൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ അവൾ വന്നിട്ടുണ്ട്. ഇവിടെ ഹാസ് എന്ന വെർബിന് ശേഷം അറൈവ്ഡ് എന്നൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിച്ചു. ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ബിക്ക് ശേഷം നമ്മൾ ING ഫോമായി യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഐ എം റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്. ഹാവിന് ശേഷം എല്ലായ്പ്പോഴും B3 തന്നെ വേണം ഉപയോഗിക്കാൻ, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഷീ ഹാസ് അറൈവ്ഡ്, അവൾ വന്നിരിക്കുന്നു. നെഗറ്റീവ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഹാസിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മതി. ഷീ ഹാസ് നോട്ട് അറൈവ്ഡ്. ഇവിടെ നമ്മൾ ഹാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റായ ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആയത് കാരണമാണ്. സിംഗുലർ നൗൺസിന്റെയും സിംഗുലർ പ്രൊനൗൺസിന്റെയും കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ നൗൺസിന്റെയും പ്ലൂറൽ പ്രൊനൗൺസിന്റെയും കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഐയുടെയും യുവിന്റെയും കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് തന്നെയാണ്. ഐ ഹാവ് പാസ്ഡ് ദ ടെസ്റ്റ്, ഞാൻ ആ പരീക്ഷ ജയിച്ചിരിക്കുന്നു. ഐ ഹാവ് നോട്ട് പാസ്ഡ് ദ ടെസ്റ്റ്, ഞാൻ ജയിച്ചിട്ടില്ല. ഹാവ് ഐ പാസ്ഡ് ദ ടെസ്റ്റ്, ഞാൻ ജയിച്ചോ, ജയിച്ചിട്ടുണ്ടോ? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഹാഡ് ലെഫ്റ്റ് ഈ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇവിടെ ലെഫ്റ്റ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുന്നിൽ നമ്മൾ ഹാഡ് ഉപയോഗിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഉണ്ടാക്കുന്നത്. ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെയും പർപ്പസ് അതാണ്. പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഉണ്ടാക്കാൻ സഹായിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുന്നത്. ദ ട്രെയിൻ ഹാഡ് ഇൻ ലെഫ്റ്റ്, ട്രെയിൻ പോയിട്ടില്ലായിരുന്നു. ഹാഡ് ദ ട്രെയിൻ ലെഫ്റ്റ്, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നോ? ബി മെയിൻ വെർബായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഹാവും നമുക്ക് മെയിൻ വെർബായി ഉപയോഗിക്കാൻ സാധിക്കും, ഓർഡിനറി വെർബായി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ആ സെന്റൻസിനകത്ത് മറ്റു വേർബ്സ് കാണില്ല. ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഈ വേർബ്സിൽ ഏതെങ്കിലും ഒന്നേ ആ സെന്റൻസിനകത്ത് കാണും. ആ സെന്റൻസസ് ഹാസും ഹാവും മെയിൻ വെർബായി വരുന്ന സെന്റൻസസ് പ്രസന്റ് പെർഫെക്റ്റിലല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൂടി ഓർത്തിരിക്കണം. ഹാഡ് മെയിൻ വെർബായി വരുന്ന സെന്റൻസസ്, അതായത് ഹാഡിന് ശേഷം ഒരു B3 ഇല്ലെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് പെർഫെക്റ്റിലല്ല. ഹാഡിന് ശേഷം B3 വരുമ്പോഴാണ് ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്. ഹാസിനും ഹാവിനും ശേഷം B3 വരുമ്പോഴാണ് ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആവുന്നത്. ഈ എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്.
ഹാവ് ഇങ്ങനെ മെയിൻ വെർബായി ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ഉണ്ട് എന്നാണ്. ഹാസിന്റെയും ഹാവിന്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. ഹാഡിന് അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഐ ഹാവ് എ കാർ, എനിക്ക് ഒരു കാർ ഉണ്ട്. ഹാവ് മെയിൻ വെർബായി വരുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഹാവിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ പോരാ. ഐ ഹാവ് എ കാർ എന്നതിന്റെ നെഗറ്റീവ് ഐ ഹാവ് നോട്ട് എ കാർ എന്നതല്ല. നമുക്കത് രണ്ട് രീതിയിൽ പറയാം. ഐ ഹാവ് എ കാർ എന്ന് പറയുന്നതിന് പകരം നോർമലി ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് ഗോട്ട് എ കാർ എന്നാണ്. പൊതുവെ നമ്മൾ ഹാവ് മെയിൻ വെർബായി വരുന്ന സാഹചര്യങ്ങളിൽ അതിനുശേഷം നമ്മൾ ഗോട്ട് ഉപയോഗിക്കും. നോർമലി അത് അങ്ങനെയാണ് പറയുന്നത്. ഐ ഹാവ് ഗോട്ട് എ കാർ, ഷി ഹാസ് ഗോട്ട് എ ഡോട്ടർ, ഹി ഹാസ് ഗോട്ട് എ ഗുഡ് ജോബ്. അപ്പൊ നെഗറ്റീവ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഐ ഹാവിൻ ഗോട്ട് എ കാർ എന്ന് പറയാം. ഐ ഹാവിൻ്റെ കാർ എന്ന് പൊതുവെ ഇംഗ്ലീഷിൽ പറയില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാവുന്നത് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നതാണ്. ഐ ഹാവ് എ കാർ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഐ ഹാവിൻ ഗോട്ട് എ കാർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയാം. ക്വസ്റ്റ്യനും നമുക്ക് ഡു ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് തുടങ്ങാം. ഹാവ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം ഗോട്ട് വരും. ഡു ഉപയോഗിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അതിനുശേഷം ഹാവും വരും. ഡു യു ഹാവ് എ കാർ, നിനക്കൊരു കാർ ഉണ്ടോ, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ കാർ. ഹാവ് യു എ കാർ എന്ന് പൊതുവെ ഇംഗ്ലീഷിൽ ചോദിക്കില്ല. നോർമലി നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് ഉപയോഗിച്ചല്ല, ഐ ഹാവ് ഗോട്ട് ഉപയോഗിച്ചാണ്. ഞാനിവിടെ ഐ ഹാവ് എ കാർ എന്നാണ് എഴുതിയത്. അഫർമേറ്റീവ് സെന്റൻസസിൽ അത് ഓക്കെയാണ്. പക്ഷെ നോർമലി നമ്മൾ പറയുക ഐ ഹാവ് ഗോട്ട് എ കാർ എന്നാണ്. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഐ ഹാവിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നും പറയാം. ഐ ഡോണ്ട് ഹാവിന് ശേഷം പിന്നെ ഗോട്ട് ഉപയോഗിക്കരുത്. ഒന്നുകിൽ ഐ ഹാവിൻ ഗോട്ട് എ കാർ എന്ന് പറയുക, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയാം. ഡു യു ഹാവ് എ കാർ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ കാർ എന്ന് ചോദിക്കുക. ഡു യു ഹാവ് ഗോട്ട് എന്ന് ചോദിക്കരുത്. ഡു ഉപയോഗിക്കുമ്പോൾ പിന്നെ അവിടെ ഗോട്ട് ഉപയോഗിക്കുന്നില്ല. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ് ഗോട്ട് എ കാർ, അവൾക്ക് ഒരു കാറ് ഉണ്ട്. അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഷീ ഹാവ് എ കാർ, അല്ലെങ്കിൽ ഹാസ് ഷീ ഗോട്ട് എ കാർ. ഡസ് ഷീക്ക് ശേഷം പിന്നെ ഹാസ് അല്ല ഹാവ് ആണ്, അതുകൂടി ശ്രദ്ധിക്കണം. ഹാസ് ഷീ ഗോട്ട് എ കാർ, അവൾക്ക് ഒരു കാർ ഉണ്ടോ. നെഗറ്റീവ് ആണെങ്കിൽ ഷീ ഡസിൻ ഹാവ് എ കാർ. ഷീ ഡസിൻ ഹാസ് അല്ല, ഷീ ഡസിൻ ഹാവ്, അല്ലെങ്കിൽ ഷീ ഹാസിൻ ഗോട്ട് എ കാർ. ഇനി നമുക്ക് ഡൂവിന്റെ യൂസ് നോക്കാം. ഡു തനിച്ച് നിൽക്കുമ്പോൾ, അതായത് മെയിൻ വെർബായി ഡു ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ചെയ്യുക എന്ന അർത്ഥമാണ്. ഡൂവിനും ഡസിനും ചെയ്യുക എന്ന അർത്ഥമാണ്. ഡിഡിന് ചെയ്തു എന്ന അർത്ഥമാണ്. ഇതല്ലാതെ ഡൂവും ഡസും ഡിഡും നമ്മൾ ഓക്സിലറി വേർബ്സ് ആയി ഉപയോഗിക്കും. ഇങ്ങനെ നമ്മളിത് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസിന്, ഒരു അഫർമേറ്റീവ് സെന്റൻസിൽ ഓക്സിലറി വെർബ്സ് കാണില്ല. ഐ റൈറ്റ് സ്റ്റോറീസ്, ഞാൻ കഥകൾ എഴുതാറുണ്ട്. ഹി കംസ് ഹിയർ, അവൻ ഇവിടെ വരാറുണ്ട്. രാഹുൽ സ്പീക്സ് ഇംഗ്ലീഷ്, രാഹുൽ ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കും. ഈ സെന്റൻസസിൽ ഒന്നും തന്നെ ഓക്സിലറി വെർബ്സ് ഇല്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഓക്സിലറി വെർബ് കൂടിയേ തീരും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഡൂവും ഡസും ആണ്. ഡു ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഐയുടെയും യുവിന്റെയും കൂടെയും നമ്മൾ ഡു തന്നെയാണ് യൂസ് ചെയ്യുക. ഡസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഡു യു നോ ഹിം, നിനക്ക് അവനെ അറിയാമോ. ഞാനിവിടെ അബദ്ധത്തിൽ ഫുൾ സ്റ്റോപ്പ് ആണ് ഇട്ടത്, ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടിയിരുന്നത്. ഡു യു നോ ഹിം, നിനക്ക് അവനെ അറിയാമോ. അതിന്റെ അഫർമേറ്റീവ് സെന്റൻസ് എന്താ, ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് ഡു ഉപയോഗിക്കണം. ഡു യു നോ ഹിം, നിനക്ക് അവനെ അറിയുമോ. എനിക്ക് അവനെ അറിയില്ല എന്ന് പറയണമെങ്കിലോ ഐ നോ നോട്ട് എന്നല്ല പറയുക, ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് അവനെ അറിയില്ല, ഐ ഡോണ്ട് നോ ഹിം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമുക്ക് ഡൂവും ഡസും ഉപയോഗിക്കണം. അല്ലാതെ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. ഹി ഡസൻ ഹാവ് എ ജോബ്, അവനൊരു ജോലിയില്ല. ഹി ഹാസ് എ ജോബ് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഹി ഡസൻ ഹാവ് എ ജോബ്. ഹി ഡസൻ ഹാവ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഹി ഹാസിൻ ഗോട്ട് എന്നും പറയാം. ഡസ് ഷീ കം ഹിയർ, അവൾ ഇവിടെ വരാറുണ്ടോ. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ, നീ ഇന്നലെ അവനെ കണ്ടോ. യെസ്റ്റർഡേ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന അഡ്വർബ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ ഉപയോഗിക്കുന്നത് ഡൂവും ഡസും അല്ല, ഡിഡ് ആണ്. ഡിഡ് നമുക്ക് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും യൂസ് ചെയ്യാം, പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും യൂസ് ചെയ്യാം. ഹാഡും അങ്ങനെ തന്നെയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. ഡു നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ.
അപ്പോൾ ഡൂവിൻ്റെയും ഡസിൻ്റെയും ഡിഡിൻ്റെയും യൂസ് അതാണ്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും സഹായിക്കുക. അതാണ് ഇവരുടെ പർപ്പസ്. ഓക്സിലറി വെർബായി ഡു ഉപയോഗിക്കുമ്പോൾ അതാണ് അതിൻ്റെ യൂസ്. അതല്ലാതെ ഡൂവിന് ഒരു മെയിൻ വെർബായി നമുക്ക് ഡു ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ സെൻറ്റൻസിനകത്ത് മറ്റു വേർബ്സ് കാണില്ല. മെയിൻ വെർബായി ഉപയോഗിക്കുന്ന ഡൂവിനും ഡസിനും അർത്ഥം ചെയ്യുക എന്നാണ്. ഡിഡിന് അർത്ഥം ചെയ്തു എന്നാണ്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഐ ഡിഡ് നത്തിങ്, ഞാൻ ഒന്നും ചെയ്തില്ല. ഈ സെന്റൻസിനകത്ത് ആകെയുള്ള വെർബ് ഡിഡ് ആണ്. അതിവിടെ ഓക്സിലറി അല്ല, അത് മെയിൻ വെർബാണ്. ഹി ഡസ് നത്തിങ്, അവൻ ഒന്നും ചെയ്യാറില്ല. ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യൂ. ഈ 3 സെന്റൻസസിലും ഡൂവും ഡസും ഡിഡും മെയിൻ വെർബ്സ് ആണ്. ഡു നമ്മൾ എംഫസിസിന് വേണ്ടി ഉപയോഗിക്കും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ അഫർമേറ്റീവ് സെന്റൻസസിലും നമുക്ക് ഡു ഉപയോഗിക്കാൻ സാധിക്കും. ഐ ഡു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം, നിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ എംഫാറ്റിക് ഫോമാണ് ഐ ഡു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം. ഞാൻ മനസ്സിലാക്കുന്നു എന്നതിൽ കൂടുതൽ ഫോക്കസ്, കൂടുതൽ ഊന്നൽ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഡു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ സെന്റൻസും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ്. വി ഡിഡ് ട്രൈ അവർ ബെസ്റ്റ്. വി ട്രൈഡ് അവർ ബെസ്റ്റ് എന്നതിന് പകരമാണ് വി ഡിഡ് ട്രൈ എന്ന് പറയുന്നത്. ഇവിടെയും ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് വി ഡിഡ് ട്രൈ എന്ന് പറയുന്നത്. വി ട്രൈഡ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബിന്റെ ഫോം. ആ ഒരു കാര്യം കുറച്ചുകൂടി ഒരു ഊന്നി പറയുന്നതിന് വേണ്ടി നമ്മളിവിടെ ഡിഡ് ട്രൈ എന്നാണ് ഉപയോഗിക്കുന്നത്. ഡിഡ് ട്രൈഡ് എന്ന് പറയരുത്. ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. ഹാസിനും ഹാവിനും ഹാഡിനും ശേഷം എല്ലായ്പ്പോഴും വെർബിന്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുക. ബിക്ക് ശേഷം ഈസ്, ആം, ആർ, വാസ്, വേറിന് ശേഷം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കുന്നത് ING ഫോംസ് ആണ്. പക്ഷെ പാസീവ് വോയിസിൽ നമ്മൾ ബിക്ക് ശേഷം V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിളും യൂസ് ചെയ്യും. ഇനി നമുക്ക് മോഡൽ വെർബ്സ് എന്താണെന്ന് നോക്കാം. പ്രൈമറി ഓക്സിലറീസ് മെയിൻ വെർബായും ഓക്സിലറീസ് ആയും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. മോഡൽ വെർബ്സ് ഓക്സിലറി ആയി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതായത് മറ്റു വേർബ്സിന്റെ കൂടെയാണ് നമ്മൾ ഈ വേർബ്സ് യൂസ് ചെയ്യുക. മോഡൽ വേർബ്സ് ഇതെല്ലാമാണ്. വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷോൾ, ഷുഡ്, മസ്റ്റ്, ought to, നീഡ്, ഡയർ. യൂസ് ടു എന്നൊരു മോഡൽ വെർബ് കൂടെയുണ്ട്. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. മോഡൽ വേർബ്സിന് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. ഷോർട്ട് ആൻസേഴ്സിൽ നമ്മൾ മെയിൻ വെർബ് റിപ്പീറ്റ് ചെയ്യാതെ മോഡൽ വെർബ് മാത്രമായി പറയാറുണ്ട്. പക്ഷെ നമ്മളവിടെ മെയിൻ വെർബ് പറഞ്ഞില്ലെങ്കിൽ പോലും ആ മെയിൻ വെർബ് അവിടെ ഉണ്ട്. അത് അണ്ടർസ്റ്റുഡ് ആണ്. പ്രൈമറി ഓക്സിലറീസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറെന്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞു. ബി നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഹാവ് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഡൂവും ഡസും ഡിഡും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് മെയിൻ യൂസസ്. മോഡൽ വേർബ്സ് അങ്ങനെ ഡിഫറെന്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. മറിച്ച് സാധ്യതകളെ കുറിച്ച് പറയാൻ, കഴിവിനെ കുറിച്ച് പറയാൻ, അനുവാദം ചോദിക്കാൻ അല്ലെങ്കിൽ അനുവാദം കൊടുക്കാൻ, ഇതിനെല്ലാം വേണ്ടിയാണ്. ഈ എക്സാമ്പിൾ നോക്കൂ. ഷീ ഈസ് ബിസി. ഇതിനർത്ഥം എന്താ? അവൾ തിരക്കിലാണ് അല്ലേ? ഷീ വാസ് ബിസി. അവൾ തിരക്കിലായിരുന്നു. ഇനി അവൾ തിരക്കിലാവും എന്നെങ്ങനെയാ പറയാ? അതിന് നമ്മൾ വിൽ എന്ന മോഡൽ വെർബ് യൂസ് ചെയ്യും. ഷീ വിൽ ബിസി എന്ന് പറഞ്ഞാൽ പോരാ. വിൽ ഒരു മോഡൽ വെർബാണ്. മോഡൽ വെർബിന് ശേഷം നമുക്ക് മറ്റൊരു വെർബ് കൂടി വേണം. മറ്റൊരു വെർബിന്റെ ഫസ്റ്റ് ഫോം V1 നമുക്ക് നിർബന്ധമായി ഉപയോഗിക്കണം. മോഡൽ വെർബ്സിന് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുക മറ്റൊരു വെർബിന്റെ V1 ആയിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഷീ വിൽ ബിസി എന്ന് പറഞ്ഞാൽ പോരാ. ബിസി ഒരു അഡ്ജക്റ്റീവ് ആണ്. ഒരു മോഡൽ വെർബിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ മോഡൽ വെർബിനും അഡ്ജക്റ്റീവിനും ഇടയിൽ നമ്മൾ ബി ഉപയോഗിക്കും. ഷീ വിൽ ബി ബിസി. അവൾ തിരക്കിലാവും. ഇനി അവൾ തിരക്കിലായിരിക്കാം എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വില്ലിന് പകരം ഉപയോഗിക്കുക മേ ആണ്. ഷീ മേ ബി ബിസി. തിരക്കിലായിരിക്കണം എന്ന് പറയണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മേക്ക് പകരം ഉപയോഗിക്കുന്നത് മസ്റ്റ് ആണ്. ഷീ മസ്റ്റ് ബി ബിസി. ഇവിടെ എല്ലാം ബി ഉണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മൾ മോഡൽ വേർബ്സിന്റെ കൂടെ നമുക്ക് പ്രൈമറി ഓക്സിലറീസ് യൂസ് ചെയ്യാം. പക്ഷെ ഈസ്, ആം, ആർ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം ബി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിയുടെ ഫാമിലിയിലുള്ള 5 വേർബ്സ് ആണ് ഈസും, ആമും, ആറും, വാസും, വേറും. അതൊന്നും തന്നെ നമുക്ക് മോഡൽ വെർബിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ ബി നമ്മൾ കോമൺലി യൂസ് ചെയ്യും. മോഡൽ വേർബ്സിന് ശേഷം നമുക്ക് ഹാവും ഉപയോഗിക്കാം. ഹാസോ ഹാഡോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹാവ് തന്നെ വേണം ഉപയോഗിക്കാൻ. മോഡൽ വേർബ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതിനെല്ലാം വേണ്ടിയാണ്. സാധ്യതകളെ കുറിച്ച് പറയാം. തിരക്കിലാവും, തിരക്കിലായിരിക്കാം, തിരക്കിലായിരിക്കണം, ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷിൽ നമ്മൾ മോഡൽ വേർബ്സ് യൂസ് ചെയ്യുന്നത്. മോഡൽ വേർബ്സിന്റെ കേസിൽ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.
ആ മോഡൽ വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ നെഗറ്റീവായി, ആ മോഡൽ വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ ക്വസ്റ്റ്യൻ ആയി. ഷീ വിൽ ബി ബിസി, അഫർമേറ്റീവ് സെന്റൻസ്. ഷീ വിൽ നോട്ട് ബി ബിസി, നെഗറ്റീവ് സെന്റൻസ്. വിൽ ഷീ ബി ബിസി, അത് ക്വസ്റ്റ്യൻ. ഷീ വിൽ കം, അവൾ വരും. യു ക്യാൻ ഗോ, നിനക്ക് പോവാം. ഷീ വിൽ കം എന്ന് പറയുമ്പോൾ അത് സെർട്ടൈനിറ്റി ആണ്, ഉറപ്പാണ് നമ്മൾ പറയുന്നത്. യു ക്യാൻ ഗോ, നിനക്ക് പോവാം, അനുവാദമാണ്. യു മസ്റ്റ് ഒബേ ദ ലോ, നീ നിയമം അനുസരിക്കണം. അതൊരു ഒബ്ലിഗേഷൻ ആണ്, സ്ട്രോങ് ആയ ഒരു ഡ്യൂട്ടിയാണ്. ഇതുപോലുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ മോഡൽ ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്യുന്നത്. ഈ വെർബ്സിന് ശേഷം എല്ലായ്പ്പോഴും വരുന്നത് V1 ആണ്. നമുക്ക് ബിയും ഹാവ് ഉപയോഗിക്കാം. ബിയും V1 തന്നെയാണ്, ഹാവും V1 തന്നെയാണ്. ഷുഡ് ഐ വെയിറ്റ്, ഞാൻ കാത്തു നിൽക്കണോ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ആ ഷുഡിനെ എടുത്ത് സബ്ജക്റ്റായി ഐക്ക് മുന്നിൽ ഉപയോഗിച്ചു. നോ, യു ഷുഡിൻറ്റ്. ഇവിടെ മുഴുവൻ ഫോം യു ഷുഡിൻ വെയിറ്റ് ആണ്, പക്ഷെ ഇതൊരു ഷോർട്ട് ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ മെയിൻ വെർബ് വെയിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മോഡൽ വെർബ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോ, യു ഷുഡിൻറ്റ്. ക്യാൻ ഹി സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? എബിലിറ്റിയെ കുറിച്ചുള്ള ചോദ്യമാണ്. യെസ്, ഹി ക്യാൻ. ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അതാണ് മുഴുവൻ രൂപം. പക്ഷെ അത് മുഴുവൻ പറയേണ്ട കാര്യമില്ല, ഷോർട്ട് ആൻസർ അല്ലേ, അപ്പോൾ നമുക്ക് ഹി ക്യാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹി വിൽ അറൈവ്, അവൻ വരും. യു ഷുഡ് വെയിറ്റ് ഫോർ മീ, നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം. യു മസ്റ്റ് നോട്ട് ലീവ് നൗ, നീ പോവരുത്. നീ ഇപ്പോൾ പോവാൻ പാടില്ല. ഇതെല്ലാമാണ് മോഡൽ വെർബ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽ വെർബ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. മോഡൽ വെർബ്സിനെ കുറിച്ച് ബ്രീഫായി, ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ മോഡൽ വെർബിൻ്റെയും യൂസ് നെക്സ്റ്റ് ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.